ശബ്ദം കേട്ടുണരുന്ന ഡോക്ടർ രതി ഉണർന്നിരുന്ന ഉടൻ തന്നെ ഭർത്താവ് 2 ഗ്ലാസ് ചായയും കൊണ്ട് അവളുടെ അടുത്തേക്ക് വരുന്നു. ഗുഡ് മോർണിംഗ്, രതി ഭർത്താവിനോട് പറഞ്ഞു. ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി നീ എപ്പോഴാണ് വന്നത്? ഞാൻ നിന്നെ കണ്ടതുപോലുമില്ലല്ലോ, ഭർത്താവ് രതിയോട് ചോദിച്ചു. ആ, അത് ഇന്നലെ സീരിയസ് ആയ ഒരു കേസ് ഉണ്ടായിരുന്നു. അത് തീരാൻ തന്നെ 2 മണിയായി. എല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴേക്കും 3 മണി കഴിഞ്ഞിരുന്നു. പിന്നെ നിന്നെ ഉറക്കമെഴുന്നേൽപ്പിക്കാൻ തോന്നിയില്ല. അതാ ഞാൻ ഒന്നും മിണ്ടാതെ കിടന്നുറങ്ങിയത്. അല്ല, നിന്റെ വർക്ക് നേരത്തെ തീർന്നോ? രതി ഭർത്താവിനോട് ചോദിച്ചു. ആ, തീർന്നു. കുറേ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഫ്രണ്ട്സിനെ കണ്ടിട്ട് വരുമ്പോൾ കുട്ടികളെയും കൂട്ടി ഇങ്ങ് പോന്നു, ഭർത്താവ് പറഞ്ഞു. അവരിന്നലെ അടിപിടിയൊന്നും ഉണ്ടാക്കാതെ കിടന്നുറങ്ങിയോ? രതി കുട്ടികളെക്കുറിച്ച് ഭർത്താവിനോട് ചോദിച്ചു. ആ, ദിവ്യ വേഗം കിടന്നുറങ്ങി. അവൾക്കറിയാം നീ ഒരു ഡോക്ടറാണെന്നും നിന്റെ തിരക്കും കാരണവും. പക്ഷേ സിദ്ധു, അവൾ നിന്നെ ചോദിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ നിന്നോട് സംസാരിച്ചിട്ടേ ഉറങ്ങുള്ളെന്ന് അവൻ പറഞ്ഞ് വാശി പിടിച്ചു. അതാ ഞാൻ നിനക്ക് വീഡിയോ കോൾ ചെയ്തത്. പക്ഷേ നീ കോൾ എടുത്തില്ല, ഭർത്താവ് രതിയോട് പറഞ്ഞു. ഇത് കേട്ട രതി, ദേവ്, നിനക്കറിയാലോ ഞാൻ ഹോസ്പിറ്റലിലാകുമ്പോൾ കോൾ എടുക്കില്ലെന്ന്. ആ, എനിക്കറിയാം. ഞാൻ നീ ചോദിച്ചതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ, ഭർത്താവ് പറഞ്ഞു. അല്ല, എവിടെ 2 പേരും? രതി ചോദിച്ചു. അവരുറങ്ങുക, ദേവ് മറുപടി പറഞ്ഞു. ഉറങ്ങുകയോ? ഇത്ര നേരമായിട്ടും എഴുന്നേറ്റില്ല? ഇതും ചോദിച്ച് രവി നേരെ കുട്ടികൾ കിടക്കുന്ന റൂമിലേക്ക് നടന്നു. ഇത് കണ്ട് ദേവ് പറഞ്ഞു. എന്തിനാ അവരെ ഇപ്പോഴും നിർത്തുന്നത്? അവർ കുറച്ചുകൂടി ഉറങ്ങിക്കോട്ടെ. അത് പറ്റില്ല, ഇപ്പോഴും വൈകിയാൽ പറ്റില്ല, ഞാൻ വിളിക്കും. രതി അതും പറഞ്ഞ് നേരെ കുട്ടികളുടെ റൂമിലേക്ക് നടന്നു. വിട്, അവരുറങ്ങിക്കോട്ടെ, ദേവ് അതും പറഞ്ഞ് അവളുടെ പുറകെ ചെന്നു. പക്ഷേ വളരെ കർക്കശക്കാരിയായ രതി അതിന് സമ്മതിച്ചില്ല. അവൾ അവരെ പോയി ഉണർത്തി. ഈ സമയം മറ്റൊരു സ്ഥലത്ത് ഹോസ്റ്റലിൽ താമസിക്കുന്ന റീന അലാറം അടിച്ചിട്ടും എഴുന്നേക്കാൻ മടിച്ച് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു. പെട്ടെന്ന് കറണ്ട് പോയി. ഫാൻ ഓഫായ ദേഷ്യത്തോടെ റീന എഴുന്നേറ്റ് ഫോണെടുത്ത് സമയം നോക്കി. സമയം കണ്ട് അവൾ നെട്ടി. അയ്യോ, ഫസ്റ്റ് ദിവസം തന്നെ വൈകിയോ എന്നും പറഞ്ഞ് അവൾ ചാടി എഴുന്നേറ്റു. എന്നിട്ട് നേരെ ബാത്റൂമിലേക്ക് ഓടി. അവിടെ ചെന്നപ്പോൾ അവിടെ ഒടുക്കത്തെ ക്യൂ. ഒരു 5-6 പെൺകുട്ടികൾ ബാത്റൂമിൽ കയറാനായി വരിവരിയായി നിൽക്കുന്നുണ്ട്. ഇത് കണ്ട റീന ആകെ ഭയന്ന് അടുത്ത് നിന്ന പെൺകുട്ടിയോട് ചോദിച്ചു. ഫസ്റ്റ് ഡേ തന്നെ ജോലിക്ക് വൈകിപ്പോയാൽ കുഴപ്പമല്ലേ? ആ, അതെ, ആ പെൺകുട്ടി അവൾക്ക് മറുപടി കൊടുത്തു. അപ്പോൾ റീന വീണ്ടും പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യൂ, നീ ഒന്ന് ഒഴിഞ്ഞു തന്നാൽ എനിക്ക് വേഗം പോയി കുളിച്ചിട്ട് ജോലിക്ക് പോവായിരുന്നു. ഇത് കേട്ട പെൺകുട്ടി പറഞ്ഞു. നിനക്ക് ജോലി കിട്ടി, നിനക്ക് വൈകിയും പോകാം. പക്ഷേ ആർക്കെങ്കിലും ഇൻ്റർവ്യൂവിന് ലേറ്റായിട്ട് പോകാൻ പറ്റുമോ? അവളുടെ മറുപടി കേട്ട് റീനയ്ക്ക് കാര്യം മനസ്സിലായി. ദേഷ്യത്തോടെയാണെങ്കിലും വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവൾ ആ ലൈനിൽ തന്നെ നിന്നു. അവസാനം റീനയുടെ അവസരമെത്തി. അവൾ ബാത്റൂമിലേക്ക് ഓടിക്കേറി. പക്ഷെ എന്ത് പറയാൻ, പൈപ്പ് തുറന്ന് നോക്കിയപ്പോൾ വെള്ളം വരുന്നില്ല. അവൾക്കാകെ ദേഷ്യം പിടിച്ചു. അങ്ങനെ അവൾ പുറത്തേക്കിറങ്ങി അവിടെ ജോലി ചെയ്യുന്ന സെക്യൂരിറ്റി വിളിച്ച് കാര്യം പറഞ്ഞു. 9 മണിക്ക് ശേഷം വെള്ളം വരില്ലെന്ന് നിനക്കറിഞ്ഞൂടെ? അതിനു മുമ്പ് തന്നെ നിനക്ക് ഒരുങ്ങിക്കൂടെ? അയാൾ അവളോട് ദേഷ്യത്തോടെ പറഞ്ഞു. ഇത് കേട്ട് ദേഷ്യത്തോടെ റീന അയാളോട് ചോദിച്ചു. അപ്പുറത്തെ ഹോസ്റ്റലിൽ 24 മണിക്കൂറും കറണ്ടും വെള്ളവും കിട്ടുന്നുണ്ടല്ലോ. അത് കേട്ടതും അയാൾ പറഞ്ഞു. ഓ, നിനക്ക് അങ്ങനെ വേണമെങ്കിൽ നീ AC ഹോസ്റ്റലിലേക്ക് പോക്കോ, മാസം ഫീസും കൊടുത്തോ. നിന്നോട് ആര് പറഞ്ഞു ഇവിടെ നിൽക്കാൻ? അയാൾ ചോദിച്ചു. ഇത് കേട്ട റീന സങ്കടത്തോടെ പറഞ്ഞു. ചേട്ടാ, പ്ലീസ് ഒന്ന് സഹായിക്ക്. ഫസ്റ്റ് ഡേ തന്നെ ജോലിക്ക് വൈകി പോകുന്നത് നല്ലതല്ല. ഒരു 5 മിനിറ്റ് ആ മോട്ടർ ഒന്ന് ഓൺ ചെയ്യ് പ്ലീസ്. ഇത് കേട്ട് അയാൾ പറഞ്ഞു. ശരി, എനിക്കൊരു 100 രൂപ താ, ഞാൻ മോട്ടോർ ഓൺ ചെയ്യാമെന്ന്. അങ്ങനെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് റീന അതിന് സമ്മതിച്ചു. അങ്ങനെ അവൾ വേഗം കുളിക്കാനായി പോയി. ഈ സമയം ഡോക്ടർ രതിയുടെ വീട്ടിൽ കുട്ടികൾക്ക് ഫുഡ് റെഡിയാക്കി കൊടുക്കുന്ന അച്ഛൻ, അതായത് ഡോക്ടർ രതിയുടെ ഭർത്താവ് ദേവ്, കുട്ടികൾ സ്കൂളിൽ പോകാനായി
ഫുഡ് കഴിക്കാൻ ടേബിളിൽ വെയിറ്റ് ചെയ്യുന്നു. ഡോക്ടർ രതിയാണെങ്കിൽ ഫോണിൽ ആരോടോ സംസാരിച്ച് ഭയങ്കര ബിസി. ഈ സമയം ടേബിളിലിരിക്കുന്ന ദിവി സിദ്ധുവിന് ഒരു പേപ്പർ മടക്കി പിടിച്ച് കാണിച്ചു കൊടുത്തു. സിദ്ധു അവനോട് ചോദിച്ചു, ഇതെന്താ, ഞാൻ നോക്കട്ടെ? അപ്പോൾ ദിവി പറഞ്ഞു, ഇല്ല, ഞാനിത് നിനക്ക് കാണിച്ചു തരില്ല. ഇത് ഞാൻ അമ്മയ്ക്ക് മാത്രമേ കാണിച്ചു കൊടുക്കുകയുള്ളൂ. ഇത് കേട്ട് സിദ്ധു പറഞ്ഞു, അമ്മ ഇത് നോക്കൂല. ഇല്ല, അമ്മ ഇത് നോക്കും, ദിവി ഉറപ്പിച്ചു പറഞ്ഞു. ഇല്ല, ഉറപ്പാണ്, അമ്മ ഇത് നോക്കില്ല. നീ വേണമെങ്കിൽ ബെറ്റ് വെച്ചോ, അവൾ പറഞ്ഞു. ഇത് കേട്ട് ദിവി പറഞ്ഞു, ഓക്കെ, എന്നാൽ ബെറ്റ് വെക്കാം എന്ന്. സിദ്ധു ചോദിച്ചു, എന്ത് ബെറ്റാ വെക്കുന്നത്? അപ്പോൾ ദിവി, നീ പറ എന്ന് പറഞ്ഞു. അപ്പോൾ സിദ്ധു പറഞ്ഞു, ഓക്കെ, ഇന്ന് ഫുൾ സ്വിച്ച് എനിക്കുള്ളതാണെന്ന്. അങ്ങനെ ആ ബെറ്റ് അവൻ സമ്മതിച്ചു. ഇത് കണ്ടു നിന്ന ദേവ് രതിയെ വിളിച്ചു. രതി, വാ, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ സമയമായി. ആ വരുന്നു, ഒരു 5 മിനിറ്റ് എന്ന് രതി പറഞ്ഞു. അങ്ങനെ ദേവ് കുട്ടികൾക്കുള്ള ഭക്ഷണം റെഡിയാക്കി കുട്ടികൾക്ക് 2 പേർക്കും കൊടുത്തു. ബ്രെഡും ജാമുമായിരുന്നു ഫുഡ്. ബ്രെഡിൽ തേച്ച ജാം തികയാത്തത് കൊണ്ട് ദിവി പറഞ്ഞു, അച്ഛാ, എനിക്ക് കുറച്ചുകൂടി ജാം പുരട്ടിത്താ. ഇത് കേട്ട് ദേവ് പറഞ്ഞു, അമ്മ കണ്ട വഴക്ക് പറയും. ഞാൻ ഓൾറെഡി അതിൽ കുറേ ജാം തേച്ചിട്ടുണ്ട്. പക്ഷേ അത് കേൾക്കാതെ സിദ്ധു വീണ്ടും ജാം ചോദിച്ചു. ഭാര്യ രതി കാണാതെ കുറച്ച് ജാം ദേവ് അവൾക്ക് ഇട്ടുകൊടുത്തു. കോളിംഗ് എല്ലാം കഴിഞ്ഞ് രതി ടേബിളിൽ വന്നിരുന്നു. ഇത് കണ്ട ഉടനെ ദിവി അമ്മയെ വിളിച്ചു. അമ്മേ, ഇങ്ങോട്ടൊന്ന് നോക്കിയേ. പക്ഷേ രതി അവനെ നോക്കുപോലും ചെയ്തില്ല. അവൾ ഭയങ്കര ചൂടിലായിരുന്നു. ദേ നോക്ക്, ഇനി മേല വൈകി എഴുന്നേക്കരുത്. ഇത് വളരെ ചീത്ത കാര്യമാണ്. ഞാനിത് അവസാനമായി പറയുകയാണ്, രതി ദേഷ്യപ്പെട്ട് കുട്ടികളോട് പറഞ്ഞു. ഇത് കേട്ട് 2 പേരും തലയാട്ടിയിരുന്നു. ശരി, സമയം പോകുന്നു, വേഗം കഴിച്ചിറങ്ങ്, രതി അവരോട് പറഞ്ഞു. മുൻപിലിരുന്ന ദിവി വീണ്ടും അമ്മയെ വിളിച്ചു. കയ്യിൽ വെച്ചിരുന്ന ആ പേപ്പർ കാണിച്ചു കൊടുക്കാനായിരുന്നു അവനെ വിളിക്കുന്നത്. പക്ഷെ ആ സമയം രതിക്ക് വീണ്ടും ഒരു കോള് വന്നു. ആ കോള് വന്ന തിരക്കിൽ അവനെ വീണ്ടും മൈൻഡ് ചെയ്യാതെ രതി കോളെടുത്ത് പുറത്തേക്ക് പോയി. ഇത് കണ്ടു നിന്ന അച്ഛൻ പറഞ്ഞു, സാരില്ല, കഴിക്ക്, പോകാൻ സമയമായെന്ന്. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് സ്കൂളിൽ പോകാൻ അമ്മയെ കാത്തു നിൽക്കുന്ന ദിവ്യയും സിദ്ധുവും. ദിവ്യ ആകെ മൂഡ് ഓഫിലാണ്, പാവം. അപ്പുറത്തെ അച്ഛൻ ദേവ് ജോലിക്ക് പോവാൻ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. ഈ സമയം രതി കോളെല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോവാൻ കാറിൻ്റെ അടുത്തേക്ക് വന്നു. കുട്ടികൾക്കും അച്ഛനും ബൈ പറഞ്ഞ് അവൾ കാറിൽ കയറി. ഇത് കണ്ട് ദേവ് പറഞ്ഞു, രതി, നീ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയി വിടുമോ? ഞാൻ എൻ്റെ കാറ് ചാർജ് ചെയ്യാൻ മറന്നു. ഇത് കണ്ട് ദേവിക്ക് സന്തോഷമായി. നീ എന്തായി പറയുന്നേ? എനിക്ക് സമയമില്ല, രതി പറഞ്ഞു. പ്ലീസ്, ഇന്നൊരു ദിവസം മാത്രം, ദേവ് അവളോട് പറഞ്ഞു. ശരി, ഓക്കെ, വാ. രതി കുട്ടികളെ വിളിച്ച് വണ്ടിയിൽ കയറ്റി. സിദ്ധുവിന് കാര്യം മനസ്സിലായി, ഇത് അച്ഛൻ്റെ പരിപാടിയാണെന്ന്. ഈ സമയം റീന കുളിച്ച് റെഡിയായി ഹോസ്റ്റലിന് പുറത്തേക്കിറങ്ങി. അവൾ ഫോണിൽ ക്യാബ് ബുക്ക് ചെയ്യുന്ന തിരക്കിലാണ്. പക്ഷേ അവൾക്കൊരു വണ്ടി പോലും കിട്ടിയില്ല. ഒന്നും കഴിക്കാതെ ഇറങ്ങിയത് കൊണ്ട് തന്നെ അവൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് മനസ്സിലായി, വല്ലതും കഴിക്കാൻ നിന്നാൽ ഉള്ള സമയവും പോകുമെന്ന്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഓട്ടോ അതിലൂടെ വന്നു. അവൾ ആ ഓട്ടോയ്ക്ക് കൈ കാണിച്ചു. അത് നിർത്തി. റീന വേഗം തന്നെ അതിൽ ചാടിക്കേറി. അതൊരു ഷെയർ ഓട്ടോ ആയിരുന്നു. അതിലൊരുത്തൻ അവിടെ ഇരുന്ന് വീഡിയോ കണ്ടിരിക്കുന്നുണ്ടായിരുന്നു. റീന അത് മൈൻഡ് ചെയ്തില്ല. കുറച്ച് പോയപ്പോൾ ആ ഓട്ടോയിലേക്ക് പെട്ടെന്നൊരു യുവാവ് ഓടിക്കേറി. റീന ഒന്ന് ഒതുങ്ങിക്കൊടുത്തു. അവൻ അവളുടെ അടുത്തിരുന്നു. അവൾ അവൻ്റെ കയ്യിലേക്ക് നോക്കിയപ്പോൾ അവൻ്റെ കയ്യിൽ ചോര പൊടിയുന്നുണ്ടായിരുന്നു. റീന അത് കണ്ട് മൈൻഡ് ചെയ്യാതെ ഇരുന്നു. അങ്ങനെ ഓട്ടോ യാത്ര തുടങ്ങി. ഈ സമയം കുട്ടികളുമായി കാറിൽ പോകുന്ന രതി കുട്ടികളോട് ഒന്നും സംസാരിക്കുക പോലും ചെയ്യുന്നില്ല. പിൻസീറ്റിലിരിക്കുന്ന ദിവ്യയും സിദ്ധുവും. അമ്മയ്ക്ക് ആ പേപ്പർ കാണിച്ചു കൊടുക്കാനായി ദിവ്യ പിൻസീറ്റിലിരുന്ന് അമ്മയെ വിളിച്ച് എഴുന്നേറ്റു. നീ എന്താ ചെയ്യുന്നത്? അവിടെ ഇരിക്ക്
എവിടെ നിന്റെ സീറ്റ് ബെൽറ്റ്? ആ സീറ്റ് ബെൽറ്റ് എടുത്തിട്, രതി ചൂടായിക്കൊണ്ട് അവനോട് പറഞ്ഞു. ഇത് കേട്ട പാവം ദിവി ഒന്നും മിണ്ടാതെ സങ്കടത്തോടെ ഇരുന്നു. ആ സമയം ഓട്ടോ ഡ്രൈവർ പറഞ്ഞു, എല്ലാവരും ചില്ലറെടുത്ത് വെക്കൂ, ഇറങ്ങിക്കഴിഞ്ഞ് ചില്ലറില്ലെന്ന് പറയരുതെന്ന്. ഓട്ടോയിൽ ഓടിക്കേറിയ യുവാവ് അവൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഒന്ന് തപ്പി നോക്കി. പോക്കറ്റിൽ നോക്കിയപ്പോൾ അവൻ ഞെട്ടിപ്പോയി. അവൻ്റെ പേഴ്സ് കാണുന്നില്ല. അവൻ കുറേ തിരഞ്ഞു, പക്ഷെ കിട്ടിയില്ല. അപ്പോഴാണ് അവൻ ഓർത്തത് അവൻ എവിടെ വെച്ച് അത് മറന്ന കാര്യം. ഈ സമയം അടുത്തിരിക്കുന്ന റീന അവളുടെ ബാഗിൽ നിന്നും പൈസ എടുക്കുന്നത് അവൻ കണ്ടു. അപ്പോൾ അവൻ അവളോട് ചോദിച്ചു, നിന്റെ കയ്യിൽ എനിക്ക് കുറച്ച് പൈസ തരാൻ ഉണ്ടാവുമോ എന്ന്. എന്ത്? റീന അവനോട് ചോദിച്ചു. അതെ, കുറച്ച് പൈസ ഉണ്ടാകുമോ എന്ന് അവൻ വീണ്ടും ചോദിച്ചു. രാവിലെ തന്നെ ഞാൻ ദേഷ്യം പിടിച്ച് നടക്കുക, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ, അവൾ അവനോട് പറഞ്ഞു. ഇത് കേട്ട അവൻ ഒന്നും മിണ്ടാതെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞ് അവൻ അവളുടെ കയ്യിലിരുന്ന പൈസ പിടിച്ചെടുത്ത് ഓട്ടോയിൽ നിന്നും ഇറങ്ങി ഓടി. ആ പൈസയുടെ കൂട്ടത്തിൽ അവളുടെ ടാഗും ഉണ്ടായിരുന്നു. അവളും ആ ഓട്ടോ നിർത്തി അവൻ്റെ പിറകെ ഓടി. പെട്ടെന്ന് ഡോക്ടർ രതിയുടെ കാറ് സ്പീഡിൽ വന്ന് അവളുടെ മുന്നിൽ വന്ന് ബ്രേക്ക് ഇട്ടു. അവൾ ആകെ പേടിച്ചു പോയി. അവൾ അവരോട് സോറി പറഞ്ഞ് വേഗം അവനെ തിരയാൻ തുടങ്ങി. പക്ഷെ അവനെ അവിടെയൊന്നും കണ്ടില്ല. ഈ സമയം കാറിൻ്റെ ഉള്ളിൽ നിന്നും രതി ദേഷ്യം പിടിച്ചുകൊണ്ട് ഇഡിയറ്റ് അവളെ പറഞ്ഞുകൊണ്ട് യാത്ര തുടങ്ങി. കുട്ടികളെ സ്കൂളിൽ വിട്ട് രതി നേരെ ഹോസ്പിറ്റലിലെത്തി. RK ഹോസ്പിറ്റൽ, അതായിരുന്നു ആ ഹോസ്പിറ്റലിൻ്റെ പേര്. രതി വരുന്നത് കണ്ടപ്പോൾ അവിടുത്തെ ഹെഡ് നേഴ്സ് അവളുടെ അടുത്തേക്ക് വന്നു. എന്തൊക്കെയോ വിഷയങ്ങൾ പറഞ്ഞ് രതി അവരോട് തട്ടിക്കയറുന്നുണ്ടായിരുന്നു. ഇതിനിടെ ഹെഡ് നേഴ്സ് പറഞ്ഞു, മാം, ഇന്ന് 5 ജൂനിയർ ഡോക്ടേഴ്സ്മാർ വന്നിട്ടുണ്ട്. അവരാരെല്ലാം ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റിൽ പോകണമെന്ന് RK സാർ നിങ്ങളോട് പറയാൻ പറഞ്ഞു. ഓക്കെ, അവരെവിടെ? രതി അവരോട് ചോദിച്ചു. ദാ അവിടെ ആ റൂമിലുണ്ട്, നേഴ്സ് രതിയോട് പറഞ്ഞു. രതി നേരെ ആ റൂമിലേക്ക് പോയി. ഹായ്, ഗുഡ് മോർണിംഗ്, രതി ഡോക്ടർ അവരോട് പറഞ്ഞു. ഇത് കേട്ട അവിടെ ഉണ്ടായിരുന്ന 4 പേരും ഒന്നും മിണ്ടിയില്ല. എന്താ നിങ്ങൾ ഗുഡ് മോർണിംഗ് പറയില്ലേ? രതി ഡോക്ടർ അവരോട് ചോദിച്ചു. ഇത് കേട്ട് അവരെല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞു. അപ്പോൾ രതി ഡോക്ടർ പറഞ്ഞു, വെൽക്കം ടു RK ഹോസ്പിറ്റൽ. ഐ ആം ഡോക്ടർ രതി. കുറേ കാലമായി ഇവിടെ വർക്ക് ചെയ്യുന്നു. ഒരു കാര്യം ചെയ്യൂ, പെട്ടെന്ന് നിങ്ങളെല്ലാവരും നിങ്ങളെ പരിചയപ്പെടുത്തും എന്നവൾ അവരോട് പറഞ്ഞു. ഇത് കേട്ട് ഓരോരുത്തരായി അവരുടെ പേര് പറയാൻ തുടങ്ങി. ഐ ആം ഗുണ മാം, ഐ ആം നെവിൻ, ഐ ആം തേജശ്രീ മാം, ഐ ആം റോക്കി. 4 പേരും അവരുടെ പേര് പറഞ്ഞു. അല്ല അരുണ, നീ 5 പേരുണ്ടെന്നല്ലേ പറഞ്ഞത്, ഒരാൾ എവിടെ? രതി ഹെഡ് നഴ്സിനോട് ചോദിച്ചു. അത് മാം, ഒരാൾ മാത്രം ലേറ്റായി വരാമെന്ന് പറഞ്ഞു, ഹെഡ് നഴ്സ് പറഞ്ഞു. എന്ത്? ഫസ്റ്റ് ഡേ തന്നെ ലേറ്റോ? രതി ഹെഡ് നഴ്സിനോട് ചോദിച്ചു. ശേഷം രതി ആ 4 ഡോക്ടേഴ്സിന് മുന്നിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, നോക്ക്, നിങ്ങളെല്ലാവരും ഡോക്ടേഴ്സ്മാരാണ്. ഒരു കാര്യം ഞാൻ പറയാം, ടൈം ആൻഡ് ഡിസിപ്ലിൻ ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ഡോക്ടറെ തുടരണമെന്നില്ല, രതി ഡോക്ടർ തീർത്തും പറഞ്ഞു. ഹായ് മാം, ഗുഡ് മോർണിംഗ്. വാതിൽ തുറന്ന് ഓടിക്കിതച്ചു നിൽക്കുന്ന റീന. അപ്പോൾ ഈ കഥയുടെ ബാക്കി ഞാൻ ഉടൻ തന്നെ ഇടാട്ടോ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. എല്ലാവരും കാത്തിരിക്കുക.